ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 84-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉപനിഷത്തിലെ ഉദാഹരണം മണ്ണ്, മൃത്തിക ഇത്യേവ സത്യം എന്ന് പറയുന്ന ആ സന്ദർഭത്തെയാണ് ഇവിടെ ഗുരു എടുത്ത് ഉദാഹരണം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇവിടെ മണ്ണ് മാത്രമാണ് സത്യം, അതിൻ്റെ വികാരങ്ങൾ, അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ അസത്യമാണ്. അപ്പോൾ അത് കൂടി ഗുരു ഇവിടെ സൂചിപ്പിക്കുകയാണ്. അറിവ് അതിനാൽ അവനീ വികാരമുണ്ടെന്നരുളും, ഇതോർക്കിൽ അസത്യമുള്ളതുർവി, നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിലെഴും പ്രകൃതി സ്വരൂപമാകും. ഗുരു സൂചിപ്പിക്കുന്നത് അറിവ് അതിനാൽ, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവനീ വികാരം, അവനീ എന്ന് പറയുന്നത് മണ്ണാണ്, അതിൻ്റെ വികാരം, അതിൻ്റെ ആ മണ്ണുകൊണ്ട് മൃത്തിക കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കലം, കുടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് വികാരം. ഉണ്ടെന്ന്, ഉള്ളതാണെന്ന് അരുളും നമ്മൾ പറയുന്നു. ഇത് ഓർക്കിൽ, അത് ചിന്തിച്ചു നോക്കിയാലോ, അസത്യം, ഈ മണ്ണിൻ്റെ വികാര ഭേദങ്ങളെല്ലാം സത്യമല്ലാത്തതാണ്. ഉള്ളത് ഉർവി, ഉള്ളത് മണ്ണ് മാത്രമാണ്. ഉർവി എന്ന് പറയുന്നത് മണ്ണാണ്. നിരവധിയായി, അത് ഒരുപാട് തരത്തിൽ തോന്നുന്നത്, നിലയറ്റു നിൽപ്പതെല്ലാം, അതുപോലെ തന്നെ സ്വന്തം ഉണ്മയില്ലാതെ നിലനിൽപ്പുള്ളതായി തോന്നുന്നു എന്ന് മാത്രം. അറിവിലെഴും, അറിവിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകൃതി സ്വരൂപമാകും. അത് ഈ പ്രകൃതിയുടെ തന്നെ സ്വരൂപമാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ തനിയെ തനിയെ കാണുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന മഹർഷിമാരുടെ, അറിവുള്ളവരുടെ വാണികളാണ്. അപ്പോൾ ഈ അവനീ വികാരം, അതായത് ഈ മണ്ണിൻ്റെ വികാരമാണ്. ഇപ്പം നമ്മൾ വേറെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ സ്വർണത്തിൻ്റെ ഉദാഹരണം പറയും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്നിപ്പം മൺപാത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അതൊക്കെ വളരെ കുറവാണ്. ഒരു സൈഡിൽ നമ്മൾ ആ പ്രകൃതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിലും മറു സൈഡിൽ അതിൽ നിന്ന് നമ്മൾ കുറേ അകന്നു പോവുകയാണ്. അപ്പോൾ ഒരു സ്വർണത്തിൽ നിന്ന്, സ്വർണ്ണക്കട്ടയിൽ നിന്ന് നമ്മൾ മോതിരം, മാല, കമ്മൽ, അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിലുള്ള ആഭരണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു, അതെല്ലാം സ്വർണത്തിൻ്റെ വികാരങ്ങളാണ്. അപ്പോൾ മണ്ണിൽ നിന്ന്, അവനി എന്ന് പറയുന്നത് മണ്ണാണ്, ആ മണ്ണിൽ നിന്ന് അതിൻ്റെ വികാരങ്ങളായിട്ട് നമ്മൾ മൺകലം ഉണ്ടാക്കുന്നു, കൂജി ഉണ്ടാക്കുന്നു, ചെടിച്ചട്ടികൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ എത്രയോ ഇതുണ്ടാക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ രൂപങ്ങളിൽ നമ്മൾ ആകർഷകരാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ ആഭരണങ്ങൾ, സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ, ഇപ്പോൾ വിലയൊക്കെ ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഓരോ മോഡലിന് ഓരോ രീതിയിൽ വില വരും. നമ്മൾ എത്ര ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ വാങ്ങിയിട്ട് അത് നമ്മൾ ഉടനെ വിൽക്കണമെന്ന് വിചാരിച്ച് അതേ കടയിലോ അല്ലെങ്കിൽ വേറെ കടയിലോ കൊണ്ടു ചെന്നാൽ അവർ അതിൽ നിന്ന് ഒരുപാട് പൈസ കുറച്ചേ നമുക്ക് തരുള്ളൂ. അവർ പറയുന്ന പണിക്കൂലി, അതിന് നഷ്ടപ്പെടുന്നത്, അങ്ങനെ പല പല കാരണങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മോഡൽ വിഷയമല്ല. പക്ഷേ ഈ മോഡൽ പറഞ്ഞാണ് നമ്മളെ അവർ മയക്കി നമ്മളെ കൊണ്ടിത് വാങ്ങിപ്പിച്ചത്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. പക്ഷേ ഇത് അവർക്ക് തിരിച്ചറിയാവുന്നത് കൊണ്ട് നമ്മൾ ഈ ആഭരണം തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ അവർ സ്വർണത്തിൻ്റെ വിലയെ തരുള്ളൂ. അതുപോലും പലതും പറഞ്ഞ് കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ നാമരൂപങ്ങളിൽ, ഈ വികാരങ്ങളിൽ ഭ്രമിച്ചു പോകുന്നത് കൊണ്ടാണ്
നമ്മുടെ ദൈനംദിന ജീവിതം ദുഃഖകരമായിട്ട് മാറുന്നത്. അപ്പം ഈ ഉദാഹരണങ്ങളൊക്കെ പല രീതിയിലും മഹർഷിമാർ പറയുന്നതിൻ്റെ കാരണം നമുക്കത് ഏത് പറഞ്ഞാലാണ് മനസ്സിലാകുക, അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപക്ഷെ നമുക്കത് വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക് ചിലർക്ക് അരോചകമായിട്ട് തോന്നാം. കാരണം അവർക്ക് അപ്പോഴത് മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഈശ്വരൻ്റെ തന്നെ പല രൂപങ്ങളാണ്. അതുകൊണ്ടാണ് പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പറയുന്നു. അത് പൂർണ്ണമാണ്, അതായത് ആ പരമ്പൊരുൾ. ഇത് എന്ന് പറയുന്ന ഈ പ്രപഞ്ചം അതും പൂർണ്ണമാണ്. ഇനി പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, ഇനി പൂർണ്ണത്തിൽ നിന്ന് തന്നെയാണ് പൂർണ്ണം ഉണ്ടാകുന്നത്. ഇനി അതിൽ നമ്മൾ എടുത്താലോ പൂർണ്ണമേവ അവശിഷ്യതേ. അപ്പോൾ ഇവിടെ ഒന്നും കൂടുന്നുമില്ല, കുറയുന്നുമില്ല. എല്ലാം ഉണ്ടായിരിക്കുന്നത് ഒന്നിൽ നിന്ന് തന്നെയാണ്. ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ ആ തിരിച്ചറിവ് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ജാഗ്രത അവസ്ഥയിൽ ഈ ശരിയായ അറിവ് ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകുക. അതിൻ്റെ അർത്ഥം മറ്റുള്ളതിൽ നമ്മൾ പഠിക്കുവാനോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട എന്നുള്ളതല്ല. അത് കുറേയും കൂടി നമുക്ക് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ അറിവുണ്ടാകുമ്പോഴാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.